ആയുർദർശൻ ആയുർരേഖയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രസവ രക്ഷയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വടകര തിരുവള്ളൂരിലെ ആയുർദർശൻ ആശുപത്രിയിലെ ഡോക്ടർ ആര്യമിത്രയാണ് നമ്മുടെ അതിഥി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. ഡോക്ടർ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രസവ രക്ഷയെ കുറിച്ച് പറഞ്ഞു, ഗർഭകാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രസവ രക്ഷയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രസവരക്ഷയിലൂടെ ഈ അമ്മക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരൂ ഡോക്ടർ ആദ്യം. അതായത് ഈ പ്രസവം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രോസസ്സ് ആണല്ലോ. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന അമ്മയ്ക്കുള്ള ശാരീരിക അസ്വസ്ഥതകൾ കുറയ്ക്കുക, പിന്നെ ഗുണമേന്മയുള്ള മുലപ്പാലിന്റെ ഉൽപാദനം സാധ്യമാക്കുക, അതേപോലെ ഗർഭപാത്രം പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനും, അതേപോലെ ആ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് ലോസ്, അത് മൊത്തത്തിലുള്ള അമ്മയ്ക്ക് ഇത്രയും കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാനും, ഇതേപോലെ നടുവേദന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രയാസങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രസവ ക്ലേശം അകറ്റുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള പ്രസവരക്ഷ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ. അപ്പം അത് കൃത്യമായിട്ടൊരു ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റേണലി ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിന് ഓരോ ഘട്ടം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, ഈ പ്രസവരക്ഷയ്ക്ക് ഓരോ ഘട്ടങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദാക്കി തരാം. സാധാരണയായിട്ട് നമ്മളൊരു 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രോപ്പർ ആയിട്ടുള്ള പ്രസവ രക്ഷ എന്ന് പറയുന്ന ഇത് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള വേദനകളൊക്കെ കുറയണം, ഗർഭാശയം ശോധനം, അതായത് ഗർഭാശയ ശുദ്ധീകരണം. 2-ാം ഘട്ടം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഗർഭാശയ മസിലുകളെ ശക്തിപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് 2-ാം ഘട്ടം എന്ന് പറയുന്നത്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള മുലപ്പാൽ ഉണ്ടാവണം, അതായത് ന്യൂട്രീഷൻ ആ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം മരുന്നും കാര്യങ്ങളും ചികിത്സാക്രമങ്ങളും എല്ലാം. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു വുമൺ, അതായത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേസുകളിലൂടെയാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രസവരക്ഷ എന്ന് പറയുന്ന ഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ ഡോക്ടർ, ഈ പ്രസവത്തിന് ശേഷം പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ നടുവേദനയൊക്കെ. അപ്പൊ ഈ നടുവേദന അതിന്റെ കാര്യങ്ങൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ചികിത്സാ രീതികൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ആയുർദർശനിൽ എല്ലാത്തിനുള്ള പരിഹാരമുണ്ട്, പ്രസവരക്ഷക പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ നടുവേദനയുടെ ട്രീറ്റ്മെന്റ് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. നടുവേദന പറയുമ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിലെ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവാം, അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും വീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രഗ്നൻസി സമയത്ത് എന്തായാലും യൂട്രസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് ആ ബാക്ക് മസിൽസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സമയത്ത് നടുവേദനയായിട്ട് അനുഭവപ്പെടാറ്. പണ്ടത്തെ വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ, വീഴ്ച കാര്യങ്ങൾ ആഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ. അപ്പൊ ആ സമയത്ത് ഈ പ്രസവം അടുക്കും തോറും ശരീരം മൊത്തം ഒരു മസിൽസ് ഒക്കെ ഒന്ന് ലൂസായി തുടങ്ങും, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ബോഡിക്ക്. അപ്പൊ തന്നെ ആ ഒരു പ്രസവം അടുക്കുന്ന സമയത്തേക്ക് ബാക്ക് പെയിൻ എന്തായാലും വരുന്നത് കാണാറുണ്ട് അധികം കോമൺ ആയിട്ട്. അപ്പൊ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റെസ്റ്റ് ആ സമയത്ത് എടുക്കുക എന്നുള്ളതാണ്. നോർമലി എടുക്കുന്ന റെസ്റ്റ് 1 അവറിൽ അധികം എടുക്കുക. പിന്നെ ഇരിക്കുന്ന അതായത് കിടക്കുന്ന ബെഡൊക്കെ ആണെങ്കിൽ നമ്മൾ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ബെഡുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചെയറിൽ ഇരുന്ന് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബാക്കിൽ നല്ല രീതിയിൽ കംപ്രസ് ആയിരിക്കുന്ന വിധത്തിലുള്ള ചെയറും കാര്യങ്ങളും ഉപയോഗിക്കുക. പിന്നെ നമുക്കൊരു 6 മന്ത്സിന് ശേഷം ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യണം എന്നില്ല. അപ്പം വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് മാത്രം സെൽഫായിട്ട് തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ചൂടുവെള്ളത്തിൽ കുളിക്കാം. അതായത് ഹെവി ആയിട്ടുള്ള മസാജ് കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ഇനി നേരെ മറിച്ച് ഇപ്പം ഡെലിവറി പ്രഗ്നൻസി പീരീഡിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മുൻപ് ഉണ്ടായ ഹിസ്റ്ററി എന്തെങ്കിലും വീഴ്ചയായി പറഞ്ഞതുപോലെ ആഘാതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ ഡെലിവറിയിലെ ഈ കെയറിൽ അതിനും കൂടെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് പറഞ്ഞതുപോലെ ഒരു 14 ഡേയ്സിന് ശേഷം നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കിഴികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കും. അപ്പോൾ ആ ഒരു ബാക്കിൽ നമുക്ക് നോർമലി എണ്ണ തേപ്പിന് പകരം അതിൻ്റെ കൂടെ തന്നെ കിഴികളും കൂടെ കമ്പൈൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക, ലേപനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെയുള്ള നീർക്കെട്ട് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് കാലിലോട്ട് തരിപ്പ് പോലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു കോഴ്സ് പോലെ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നോർമലി ഉള്ള ഒരാളെ നടുവേദന ട്രീറ്റ് ചെയ്യുന്നതും ഡെലിവറിക്ക് ശേഷമുള്ള നടുവേദന ട്രീറ്റ് ചെയ്യുന്നതും രണ്ട് രീതിയിലാണ്. അപ്പോൾ ആ സമയത്തുള്ള എല്ലാ ചികിത്സകളും ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മിനിമൽ കോഴ്സിൽ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ നടുവേദന വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പ്രസവത്തിന് ശേഷമുള്ള റെസ്റ്റ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു.
അതായത് ഈ പറഞ്ഞ പോലെ ഹോൾ ബോഡി ഇൻവോൾവ് ആവുന്ന പ്രോസസ് ആണല്ലോ പ്രസവം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷമുള്ള റെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മൊത്തത്തിലുള്ള അതായത് അമ്മയുടെ ആ ഒരു സ്ട്രെസ്സും അതായത് കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡ്. അപ്പൊ ആ ഒരു സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ പിന്നീട് അത് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചിലപ്പം ആ സമയത്ത് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂട്രൈൻ പ്രൊലാപ്സ് പോലെ മസിൽസിനെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം ചോദിച്ചതിൽ നമുക്ക് പറയാനുള്ളത്, അതായത് ഫുഡ് നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ ടൈമിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 തവണയൊക്കെ ഫുഡ് ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞാൽ. അത് ഹെവി ആയിട്ട് അറ്റ് എ ടൈം ഒരുപാട് ഫുഡ് കഴിപ്പിക്കുക എന്നല്ല, തവണകൾ കൂട്ടുക. അതായത് നമ്മൾ കഴിക്കുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തവണകൾ കൂട്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ 7 മണിക്ക് ഒരു ഇപ്പം പഴം പുഴുങ്ങിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ. അതിനുശേഷം ഒരു 8:30ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു 11 ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്സ്, മുത്താറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞല്ലോ, കഞ്ഞി, മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാം. പാലൊക്കെ കൂടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞിരുന്നു ബൗളിൽ നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും. പിന്നെ പാല്, നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഈവനിങ് സ്നാക്സ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഒരു 8-9 നേരത്തെ ഫുഡ് ഉണ്ടാവും അമ്മയ്ക്ക്. അതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഡെലീഷ്യസ് ഫുഡായിരിക്കണം അമ്മയ്ക്ക് കൊടുക്കുന്നത്. അതേപോലെ ഡൗട്ട് വരുന്നത് നോൺ വെജിൻ്റെ കാര്യമാണ്. നോൺ വെജ് ആണെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ് എ ടൈം കൊടുക്കാറില്ല. പിന്നെ അമ്മയുടെ ഡയറ്റും അതായത് ദഹനശക്തി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നോൺ വെജ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കാണാറുണ്ട്. ഈ നോൺ വെജിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് ഏത് സമയത്തായിരിക്കും ശരിക്കും നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏത് നോൺ വെജ് എന്തായാലും 10 മുതൽ 14 ദിവസം വരെയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ചുവന്ന മുളകിനേക്കാൾ കൂടുതൽ കുരുമുളക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. വേവിച്ച രീതിയിലുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പം അതിൽ ചെറു മീനുകൾ, മത്തി മുതലായിട്ടുള്ളതൊക്കെ പാലൊക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാൽസ്രാവ് എന്ന് പറയുന്നതൊക്കെ പാല് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഈ ചെറിയ മീനുകളൊക്കെ കഴിച്ച് അതിനുശേഷം നമുക്ക് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മീന് പുറമെ നമുക്ക് ബീഫ്, ചിക്കൻ മുതലായിട്ടുള്ളതൊക്കെ കഴിക്കാം. പിന്നെ ആടിൻ്റെ സൂപ്പൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഡോക്ടർ, ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മുണ്ടൊക്കെ ഇങ്ങനെ മുറുക്കി ഉടുക്കുന്നത്, അതൊക്കെ നമ്മൾ ഈ പെട്ടെന്ന് വയറ് ചുരുങ്ങാനും അതൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശരിക്കും അങ്ങനെ തന്നെ ഉടുക്കേണ്ടതായിട്ടുണ്ടോ പ്രസവത്തിന് ശേഷം? അതിന്റെ കാര്യം ഒന്ന് പറ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്രസ് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ആ സമയത്ത് യൂട്രൈൻ മസിൽസ് ഒക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഉണ്ടാവുക, യൂട്രസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ റിലാക്സ്ഡ് ആയിട്ടുള്ള മസിൽസിനെ നമ്മൾ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയറ് കെട്ടുക എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അതിനായിട്ടുള്ളൊരു സപ്പോർട്ട് വരുമ്പം ആ ഒരു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് കാണാറുണ്ട്. പക്ഷെ അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് സമയങ്ങളൊന്നും ആദ്യം കെട്ടേണ്ട കാര്യമില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ ആദ്യം കെട്ടിവെക്കാം. പിന്നീട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ടൈം കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നല്ലത്. അതേപോലെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വയറിങ്ങനെ കെട്ടിവെച്ച് ഉറങ്ങുന്നത് ഒഴിവാക്കുക. ആ സമയത്ത് കെട്ട് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള, അതായത് നമ്മൾ ആയുർവേദിക്കിൽ പറയുമ്പോൾ മൈൽഡായിട്ടുള്ള സ്നേഹനം കൊടുക്കണം. അതായത് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ബാമുകൾ വെച്ചിട്ടൊരു ലെയർ ജസ്റ്റ് അവിടെ മസാജ് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വയറ് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവിടെ ചൊറിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതും കാണാറുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് വേദഗുളി, അല്ലെ? ഈ പ്രസവരക്ഷയില് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ശരിയായ കുളി, വേദഗുളി ഉണ്ടെങ്കിലാണ് അമ്മക്ക് നല്ലത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേദഗുളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എന്താണ് വേദഗുളി, അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. വേദഗുളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്ധിവേദനകളുണ്ട്, അല്ലെങ്കിൽ നീർക്കെട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞതുപോലെ 14 മുതൽ 28 ദിവസം വരെയാണ് സാധാരണ എല്ലാവരും ഓപ്റ്റ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ട്രീറ്റ്മെന്റിന് ഡ്യൂറേഷൻ അത്ര ടൈം എടുക്കാനില്ലാത്തവരാണ് മിനിമം കോഴ്സൊക്കെ ചെയ്യാറുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിൽ വാദം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വാദം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടിയിട്ടുള്ള വാദത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിന് യോജിച്ച രീതിയിലുള്ള മരുന്നുകളാണ് വേദഗുളിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മരുന്നുകൾ എന്ന് പറയുമ്പോൾ ദശമൂലം വരും, കുറുന്തോട്ടി വരും, നാൽപ്പാമരം, അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇലകൾ ഉപയോഗിക്കും. മുരിങ്ങ ഇല,
പുളിയില, പിന്നെ നമ്മുടെ പഴുത്ത പ്ലാവിലയുടെ ഞെട്ട്, അങ്ങനെയുള്ള ഇലകളും കൂടെ ഇട്ടിട്ടാണ് ഈ വേദവെള്ളം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-30 തരം മരുന്നുകൾ അതിലോട്ട് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കുളിക്കുമ്പോഴുള്ള വെള്ളത്തിന്റെ ചൂട് അതും ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ പറഞ്ഞു കുളിക്കുന്ന വെള്ളത്തിന്റെ ചൂട്. അപ്പൊ അമ്മേന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുഞ്ഞിന്റെ കാര്യം കൂടി പറയണം. പണ്ട് കാലത്തൊക്കെ ഈ തിളച്ച നല്ല ചൂട് വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കണം എന്നൊക്കെ മിത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മിത്താണോ സത്യാവസ്ഥയാണോ എന്ന് അറിയില്ല. അപ്പൊ ഡോക്ടർ എന്താണ് അതിനെ കുറിച്ച് ഒരു ആയുർവേദിക് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് അതിന്റെ കാര്യങ്ങൾ, സത്യാവസ്ഥ എന്താണ്? അങ്ങനെ ഭയങ്കരമായ ചൂട് വെള്ളത്തിൽ നമ്മൾ കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയായിരുന്നു പണ്ട് കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. അത്രത്തോളം ചൂടിന്റെ ആവശ്യമില്ല. നമുക്ക് നോർമലി ഒരു ബോഡിയിൽ താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് രീതിയിൽ തിളച്ച വെള്ളം വരുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഭയാജനകമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഈ ഒരു സമയം കടന്നു പോയവർക്ക് പറയാനുള്ളത്. വയറിന് അതെ, ചൂടുവെള്ളം അതെ, പിടിച്ചു അതെ. കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓരോ ശരീരത്തിനും പറ്റുന്ന രീതിയിൽ മിതമായിട്ടുള്ള ഒരു ചൂട് മാത്രമാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ഉം. അതുപോലെ തന്നെ ഡോക്ടർ ഈ കുഞ്ഞിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതുപോലൊരു മിത്തായിരുന്നു ഈ കുഞ്ഞിന്റെ നിപ്പിളില് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അതുകൂടെ ഒന്ന് ഡോക്ടർ പറഞ്ഞു. അതെ, അതെ. അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇപ്പം അഡ്മിറ്റിൽ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, പഴയ ഇപ്പം അമ്മുമ്മമാരും ഉമ്മാമ്മമാരും ഒക്കെ കൂടെ വരുന്നവർ ചോദിക്കാറുണ്ട്, പണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റിന്റെ ഏരിയ ഞെക്കിപ്പിഴിഞ്ഞ് കുഞ്ഞിന്റെ പാല് കൊണ്ടുവരണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അധികം ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. അധികം നമ്മൾ പ്രഷർ കൊടുത്ത് അവിടെ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ റിബ്സ് വരെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ ശരിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള മസാജ് മാത്രമേയാണ് ചെസ്റ്റിന്റെ ഏരിയയിലും കൊടുക്കാവുള്ളൂ. നമ്മൾ സാധാരണ ഹെഡും ഫേസും ബോഡിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർ അവയർനെസ് കൊണ്ട് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പണ്ടത്തെ ആളുകൾക്ക് ഇപ്പോഴും അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചോദ്യം വരാറുണ്ട്. ശരിക്കും അത് ചെയ്യുന്നത് കുഞ്ഞിന് ശരിക്കും ഹാംഫുൾ ആണ്. അതുപോലെ ഡോക്ടർ ഇനി അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രസവത്തിന് ശേഷം ശരിക്കും എപ്പോഴാണ് കറക്റ്റ് പീരീഡ്സ് വരുന്നത്? അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. പിന്നെ ചിലവർക്ക് ആദ്യ പീരീഡ്സ് ഉണ്ടായതിനു ശേഷം പിന്നെ 2 months ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണോ? അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അതെ, അറിയണം. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പീരിയഡ്സ് വരിക എന്ന് പറയുന്നത് ശരീരം പഴയ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിനുള്ള ഒരു തെളിവാണല്ലോ. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ആവണമെന്നില്ല, ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം ചിലർക്ക്. അപ്പം ചിലർക്ക് ഈ 3 മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ പീരിയഡ്സ് വരുന്നത് കാണാറുണ്ട്. ചിലർക്ക് 6 മാസത്തിന് ശേഷം ചിലപ്പോൾ 1 year വരെ ഉണ്ടാവാറേ ഇല്ല. അത് ഈ പറഞ്ഞതുപോലെ ഹോർമോൺ ഇംബാലൻസ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ടെൻഷൻ, ഇതൊക്കെ ഈ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം ഹെവി ആയിട്ടുള്ള ഫ്ലോ ഒക്കെ ചിലർക്ക് കാണും. പണ്ട് ചിലപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം നമ്മളെ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ കുറച്ചും കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഡിലേ ആവുന്നതും നമ്മൾ ശരിക്കും അത് അവെയർ ആവേണ്ട കാര്യം കൂടെയുണ്ട്. ചിലർ പറയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് കൺസീവ് ആവില്ല എന്നുള്ളത്. പക്ഷെ അവിടെയും കൺസീവ് ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതും കൂടി ഒന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാണ്. ആയുർദർശൻ ആയുർരേഖയിൽ ഇനി ചെറിയൊരു ഇടവേള. ആയുർദർശൻ ആയുർരേഖയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പ്രസവ രക്ഷയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസവത്തിന് ശേഷമുള്ള ചികിത്സയെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വേദഗുളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി കുഞ്ഞിന്റെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഈ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റാഷസ് ഉണ്ടാവുമല്ലോ, ഡയപ്പർ റാഷസ്, ഡയപ്പർ യൂസ് ചെയ്തതിന് ശേഷം. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും? അതൊക്കെ ഒന്ന് പറയാം. ഡയപ്പർ റാഷ് നമ്മളിപ്പം സ്ഥിരം ഈ ഡയപ്പർ മാത്രം യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കാണ് അധികവും കാണാറ്. അല്ലെങ്കിൽ നമ്മളിപ്പം 2 to 3 hours ശരിക്കും ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറയും. അത് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, നനവും ഈർപ്പൊക്കെ തങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു റാഷ് എന്നുള്ള രീതിയിലേക്ക് അത് പോവാറ്. അപ്പം എപ്പോഴും നമ്മളിപ്പം ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സൊക്കെ അവൈലബിൾ ആണല്ലോ, അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പൗഡേഴ്സ് ഒന്നും ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ കുട്ടികൾക്ക് ഈ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് വരെ മൈൽഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ സ്മെല്ലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഡയപ്പേഴ്സും, അല്ലെങ്കിൽ ക്ലോത്തിന്റെ ഡയപ്പേഴ്സ് ആണെങ്കിൽ അങ്ങനെ, തുണികളാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയപ്പർ റാഷ് ബാമുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. നമ്മൾ ആയുർവേദിക്കിൽ തന്നെ നമ്മൾ ബാമ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞു വെച്ചതാണ് ഈ ക്രീം, ലോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഓവർ യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോഷൻ പോലെ ക്രീം ഒക്കെ പോലെ ഉള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ നമുക്ക്
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ആയുർവേദിക്കിൽ എന്തൊക്കെ ലോഷനും ക്രീമുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ലോഷൻ, ക്രീം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും മാക്സിമം ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ സ്മെല്ലുള്ളത്, കൂടുതൽ കളർ ഉള്ളത് അതൊന്നും കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ല. അപ്പം കളർലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഫ്രാഗ്രൻസ് ഒക്കെ എന്തായാലും അതിൽ കെമിക്കൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അധികം ഫ്രാഗ്രൻസ് ഉള്ള കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവുമ്പോൾ അത് കുഞ്ഞിന് പിന്നീട് റാഷസ് പോലെയുള്ളത് അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചും കൂടെ റഫ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം, കണ്ടൻസ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. അതിപ്പം മസാജിന് ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആഫ്റ്റർ ഇപ്പം കുഞ്ഞിൻ്റെ ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം സജസ്റ്റ് ചെയ്യുന്ന ലോഷൻ ആണെങ്കിലും നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ലോഷൻസ്. സോപ്പുകളാണെങ്കിലും ബേബി സോപ്പുകൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്. അപ്പം നമ്മളതൊരു ഡെലിവറി കെയറിൽ ചെയ്യുമ്പോൾ അതായത് കോംബോ പോലെ അമ്മയ്ക്കുള്ള പ്രൊഡക്റ്റുകളും കുഞ്ഞിനുള്ള പ്രൊഡക്റ്റുകളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ആയുർദർശനില് പക്ക നമുക്ക് കറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അമ്മക്കും കുഞ്ഞിനൊക്കെ അത് മാത്രമാണ്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഈ അമ്മമാർക്ക് നമ്മളിപ്പോൾ ഇതിൽ ഫേസ് മസാജ്, ഹെഡ് മസാജ്, ബോഡി മസാജ്, പാക്കുകൾ, ഹെയർ പാക്ക്, ബോഡി പാക്ക്, ഫേസ് പാക്ക്, അങ്ങനെ പലതരം കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണല്ലോ നമ്മളൊരു പ്രസവരക്ഷ ട്രീറ്റ്മെന്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ചില ആളുകൾക്ക് ഇപ്പം ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്കിൻ ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ പണ്ട് ഓൾറെഡി ആക്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പാടുകളുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി ഓയിലി സ്കിന്നുള്ളവർക്ക് പിന്നെയും ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള കണ്ടീഷൻ വേഴ്സ് ആവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ജെല്ലുകൾ വെച്ചിട്ടാണ് മസാജ് കൊടുക്കുക. അതുപോലെ ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അമ്മയുടെ പ്രസവരക്ഷ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ബ്യൂട്ടി ക്ലിനിക്ക് ഉണ്ട്. അപ്പം ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും കൂടെ, അതായത് ഹെയർ സ്പാ, അതുപോലെ പിന്നെ മാനിക്യൂർ, പെഡിക്യൂർ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ 28 ഡേ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ നിന്ന് പ്രോപ്പർ 28 ഡേയ്സ് കഴിയുമ്പോൾ മൊത്തത്തിൽ എല്ലാ ട്രീറ്റ്മെന്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു കംപ്ലീറ്റ് ഒരു റിഫ്രഷ്മെന്റ് ആണ് ഈ ഒരു പാക്കേജ് കഴിഞ്ഞ് പോകുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സ്കിൻ ടൈപ്പ് വരെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ്. സ്കിൻ ടൈപ്പ്, ഹെയർ ടൈപ്പ്, ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാം പ്രഗ്നൻസി സമയത്ത്. അപ്പം അതിന് കണക്കായിട്ടുള്ള ഹെയർ പാക്കുകൾ, ഹെയർ ഓയിൽ എടുക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഹെയർ ഓയിൽ വെച്ചിട്ടാണ് ഹെഡിൽ മസാജ് കൊടുക്കുക. പിന്നെ ബോഡിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓയിലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക. ഓയിൽ വരെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വെരിക്കോസ് വെയിൻ. അതെ, വെരിക്കോസ് വെയിൻസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തുള്ള ട്രീറ്റ്മെന്റിലൂടെ കുറെ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ യോഗ സെഷൻസും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. യോഗ എക്സസൈസ് കാര്യങ്ങൾ ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ശരീരമൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർ, ഇനി കുഞ്ഞിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ തല കുളിക്കുന്ന കാര്യം അല്ലെ? കുഞ്ഞിന്റെ തല കുളിപ്പിക്കുന്നതിന് അതിനായ സമയം അതൊക്കെ നോക്കണ്ടായിരുന്നു, ദിവസം അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. സാധാരണ ഇപ്പൊ 5-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിൽ വിഷയങ്ങളൊന്നുമില്ല. നോർമൽ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ബേബി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഇപ്പം ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം തല കുളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ കുളിച്ചു കഴിഞ്ഞാൽ രാസ്നാദി പോലെയുള്ള ചൂർണങ്ങൾ നെറുകയിലിടാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. നീർക്കെട്ടും ജലദോഷം, വെള്ളം മാറുന്ന പ്രശ്നം അങ്ങനെയൊക്കെ പറയുമല്ലോ, അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ആദ്യത്തെ ഒരു 3 to 6 months നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ഹെഡിലോട്ടും മസാജിന് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരുപാട് ഇപ്പോൾ ഓയിൽസ്, ഇപ്പോൾ പലതരം കണ്ടൻസുകൾ മിക്സ് ചെയ്യുക, കുഞ്ഞിൻ്റെ സ്കിന്നിന് പെട്ടെന്ന് കോംപ്ലക്ഷൻ മാറ്റണം എന്നൊക്കെ ഉള്ള രീതിയിൽ പലതരം എണ്ണകൾ ഇപ്പം കാച്ചിയിട്ട് അമ്മമാർ ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ അത്രയും കണ്ടൻസിൻ്റെ ആവശ്യം സ്റ്റാർട്ടിങ്ങിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ഇനഫാണ്. അത് ഹെഡിലും ബോഡിയിലും ഒക്കെ അത് തന്നെ മതി വാവയുടെ. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സ്കിന്നിലോട്ട് ഇറിറ്റേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ചെറിയ പിമ്പിൾസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുരുക്കൾ പോലെ റാഷസ് ഒക്കെ വരുന്നത് കാണാറുണ്ട്. അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഫുൾ ബോഡി കുഞ്ഞിന് അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ ലോക്കലി ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. ഇഷ്യൂസ് ഒന്നും ഇല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ നിയോനാറ്റൽ ജോണ്ടിസ് പോലുള്ള വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം
നമ്മൾ ഫുൾ ബോഡിയിൽ പിന്നെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ന്യൂ ബോൺ ബേബീസിലെ അസുഖങ്ങളെ കുറിച്ച് പെട്ടെന്ന് നമ്മളിപ്പോ ആദ്യമായിട്ട് അമ്മയാവുന്നവരാണെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് ജലദോഷം വരുമ്പോഴോ മൂക്കടപ്പ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് പേടിച്ചു പോകും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ, അതിന് എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, ചികിത്സ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും? അതായത് ഈ പറഞ്ഞ പോലെ അധികം അമ്മമാർക്കും പെട്ടെന്ന് ടെൻഷൻ ആവുന്ന കാര്യമാണ് കുഞ്ഞിനുണ്ടാവുന്ന ഛർദി, അല്ലെങ്കിൽ ഗ്യാസ് കുടുങ്ങിയിട്ടുണ്ടാവുന്ന കോളിക് പെയിൻ ഒക്കെ. അപ്പൊ അതിന്റെ അമ്മയുടെ ഡയറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അമ്മ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നു, ടൈമിന് ഫുഡ് കഴിക്കുന്നില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നില്ല എങ്കിലൊക്കെ കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ ഗ്യാസ് കുടുങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത് കാണാറുണ്ട്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ഫുഡ് കഴിക്കുക, അതുപോലെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക, അല്ലെങ്കിൽ മോഷൻ പോകാനും കുഞ്ഞിന് ബുദ്ധിമുട്ട് കാണുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം വയറിന് ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടും വരുന്നത് കാണാറുണ്ട്. പിന്നെ അപ്പം ഈ പറഞ്ഞ പോലെ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ സമയത്ത് നമ്മൾ ചെറിയ ഡ്രോപ്സ്, ആയുർവേദിക്കിൽ തന്നെ ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള പീഡിയാട്രിക് ഡ്രോപ്സ് ഉണ്ട്, അത് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ നല്ല രീതിയിൽ കുഞ്ഞിനെ ബർപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കുഞ്ഞിനെ ഷോൾഡറിൽ വെച്ചിട്ട് അത് വയറിൻ്റെ ഭാഗം ശരിക്കും നമ്മുടെ ഷോൾഡറിലേക്ക് വരുന്നത് പോലെ വേണം ബർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ചുമലിട്ട് ഇങ്ങനെ തട്ടിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതിൽ ഗ്യാസ് കൂടുതൽ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാ ബർപ്പിങ്ങിലും സൗണ്ട് വരണം എന്നില്ല, പക്ഷെ കുറച്ചു നേരം നല്ല രീതിയിൽ ബർപ്പ് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഈ വൊമിറ്റിംഗ് പോലെ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരിക്കലും മലർത്തി കിടത്തിയിട്ടുള്ള കുഞ്ഞാണെങ്കിൽ ശരിക്കും അത് മൂക്കിലൂടെ വരും. അപ്പോഴാകെ അമ്മമാരും പാനിക് ആവും. അപ്പം അങ്ങനെ ഒരു സാധ്യത കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ചെരിച്ച് കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം സൈഡിലൂടെ വരാൻ സാധ്യതയുള്ള പാല്, അതായത് ഈ എയർ കുടുങ്ങിയിട്ടുള്ള കുറച്ച് പാലിൻ്റെ പോർഷൻ പുറത്തേക്ക് വരുന്നതാണ്. അപ്പം നമ്മുടെ കുഞ്ഞിനെ ചെരിച്ച് കിടത്തുമ്പോൾ പാല് സൈഡിലൂടെ ഒഴുകിപ്പോൾ ഈ മൂക്കിലേക്ക് വന്ന് ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്ന പ്രയാസം ഉണ്ടാവില്ല. ആയുർദർശൻ ആയുർരേഖയിൽ ഒരു ചെറിയ ഇടവേള കൂടി. ആയുർദർശൻ ആയുർരേഖയുടെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ പ്രസവരക്ഷയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം ഒരുപോലെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു സമയമാണ് പ്രസവാനന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു അമ്മ പ്രോപ്പർ ആയിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്താൽ കുഞ്ഞിന്റെ ഗ്യാസ് റിലീസ് ആവുന്നതിന് വരെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് ശരിക്കും പ്രസവത്തിന് ശേഷം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിനെ കുറിച്ച് ഒന്ന് പറയും. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു 30 ഡേയ്സ് 45 ഡേയ്സിന് ശേഷമൊക്കെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളല്ല ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറ്. നടത്തം തന്നെ എക്സസൈസ് ആണ്. ഇപ്പം മിനിമം ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ ചെറിയ രീതിയിൽ, അതായത് ഒരു മിനിമൽ ദൂരം കവർ ചെയ്യുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡേയ്സ് ഒക്കെ 45 ഡേയ്സ് ഒക്കെ ആയി, അല്ലെങ്കിൽ 30 ഡേയ്സിന് എബവ് ആണെങ്കിൽ നമുക്ക് അതിനുശേഷം ദൂരമൊക്കെ കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടാം. പിന്നെ സിസേറിയൻ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡേയ്സ് കഴിയണം. എന്തായാലും ഒരു 60 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ തന്നെയാണ് യോഗ സെഷൻസ് നമ്മളിവിടെ ഡിസ്ചാർജ് ആയി പോകുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ആ ഡേയ്സ് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അമ്മയുടെ ഹെൽത്തിനും ഒന്നും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നു. അതേപോലെ അമ്മയ്ക്ക് മൊത്തത്തിലൊരു റീഫ്രഷ്മെൻറ്റും കൂടി കിട്ടും. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞു അമ്മയുടെയും കുഞ്ഞിന്റെയും ബോഡി ടൈപ്പും സ്കിൻ ടൈപ്പും ഹെയർ ടൈപ്പും ഉൾപ്പെടെ നോക്കിയിട്ടാണ് നമ്മുടെ ആയുർദർശനിൽ എല്ലാം കൊടുക്കുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ക്രീമുകൾ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ, നിങ്ങളുടെ തനതായ ഉൽപ്പന്നങ്ങളാണോ? അതിനെ കുറിച്ചൊന്ന്, എവിടെ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. നമ്മളിപ്പം നിയർലി ഒരു 180യോളം പ്രോഡക്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കോസ്മെറ്റിക് പ്രോഡക്ട്സ് മൈത്ര എന്നുള്ള പേരിലാണ് ആയുർദർശന്റെ ഒരു ഉപവിഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിൽ പറഞ്ഞതുപോലെ ന്യൂ ബോൺ ബേബീസിനുള്ള ഈ ക്രീമുകൾ, റാഷസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലോഷൻ, സോപ്പുകൾ, അതേപോലെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അല്ലാതെ തന്നെ നോർമലി ഇപ്പം സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, പിന്നെ പിമ്പിൾസ്, ഹെയർ ഫോൾ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഉപയോഗിക്കാനുള്ളത്, അതുപോലെ സ്കിന്നിന് ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീംസ് എല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിവിടെ ബ്യൂട്ടി ക്ലിനിക് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ബ്യൂട്ടി ക്ലിനിക്കിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മാക്സിമം നമ്മൾ ആയുർവേദിക് കോമ്പസിഷൻ ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കെമിക്കൽസ് ഫ്രീ ആണ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. പ്രിസർവേഷൻ ഉണ്ടാവും, കാരണം അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൺമഷി വരെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, കെമിക്കൽ ഫ്രീ. അതിലൊന്നും ഒരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ അത്രയും ഡേയ്സ് ഒക്കെ എടുത്ത് ആ കരിയൊക്കെ കറക്റ്റായി എടുത്ത് അങ്ങനെയാണ് ന്യൂ ബോൺസിനുള്ള കൺമഷി വരെ തയ്യാറാക്കി വരുന്നത്.
അതുപോലെ ഡോക്ടർ ഈ ചിലപ്പോ അമ്മമാരില് പ്രസവത്തിന് ശേഷം ഈ മലബന്ധം അതുപോലെ പൈൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയോ? അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയായിരിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അതൊക്കെ ഒന്ന് പറ. അത് ഈ ഒരു സമയത്ത് പ്രഗ്നൻസി പീരീഡിൽ അധിക പേർക്കും അലട്ടുന്ന ഒരു വിഷയമാണ്. അതായത് രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന സങ്കോച വികാസം ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഹെമറോയിഡ്സിലേക്ക് നയിച്ചേക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും ഡയറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇലക്കറികളൊക്കെ ഉൾപ്പെടെയുള്ള ഫുഡുകൾ തന്നെ കഴിക്കുക, ഹെവി ആയിട്ടുള്ള നോൺ വെജുകൾ ഒഴിവാക്കുക, എരിവ് പുളി മുതലായവ പൊതുവെ കുറച്ചിട്ട് ഉപയോഗിക്കാൻ പറയും, കൂടുതൽ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും, എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ പറയും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ മോഷൻ പൊതുവെ ഹാർഡാവാനാണ് സാധ്യത. പിന്നെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നല്ല സിവിയർ ആയിട്ടുള്ള പുകച്ചൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് പോലുള്ള സാധനങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക. അത് നമ്മളിപ്പോൾ അഡ്മിഷനിൽ ഇവിടെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അമ്മേനെയും ബേബീനെയും കംപ്ലീറ്റ് ആയിട്ടുള്ള റൊട്ടീൻ ഒന്ന് നോക്കുമല്ലോ, അതിന് ശേഷമാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ അവർക്ക് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം സജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഇപ്പോഴും പണ്ടത്തെ പോലെ അധികം ഇങ്ങനെ ലേഹ്യം കഴിപ്പിക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ പേഷ്യൻ്റ് വൈസ് അവർക്കാണെങ്കിലും ഒരുപാട് മരുന്നുകൾ കഴിക്കുക, തടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇല്ല അധിക പേർക്കും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇന്റേണൽ മെഡിസിൻസ് ആണെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കർക്കിടക മരുന്ന് പണ്ട് എന്തായാലും കഴിച്ചിരിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ? ഈ ലേഹ്യം മരുന്ന് അതിന്റെ അതായത് പ്രസവരക്ഷയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, അമ്മയുടെ വിശപ്പും ദഹനശക്തിയും ഒക്കെ നോക്കിയിട്ടും അതേപോലെ ശരീരപ്രകൃതി ആരോഗ്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ദഹനശക്തിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ലേഹ്യം കാര്യങ്ങളൊക്കെ അടിച്ചുവിട്ട് കഴിപ്പിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവില്ല. അപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരും, കുഞ്ഞിനും സ്വാഭാവികമായിട്ട് പ്രയാസങ്ങൾ വരും. അപ്പം കോളിക് പെയിൻ ഒക്കെ വരുമ്പം നമ്മൾ കാണിക്കാൻ പോകുമ്പോൾ പറയും ആയുർവേദ മെഡിസിൻസ് കഴിച്ചിട്ടാണ് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മളിവിടെ 9 years ആയിട്ട് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ. നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് മെഡിസിൻസും കാര്യങ്ങളും ഡയറ്റും എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒരു ബേബിക്ക് പോലും ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പം നമ്മൾ ആദ്യം ദഹനശക്തി കുറഞ്ഞ അമ്മമാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൗഡർ ഫോമിലുള്ള മെഡിസിൻസ്, അതായത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡേഴ്സ് ആണ് 3 days കൊടുക്കുക. അത് കഴിച്ച് അമ്മയുടെ ദഹനം ഒന്ന് ഇമ്പ്രൂവ് ആയതിനു ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോഴ്സായിട്ടുള്ള നമ്മൾ ഈ ഗുൽമാന്തക ലേഹം എന്ന് പറയും, ഉള്ളിയും കായം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കോഴ്സാണ്. അതൊരു 3 days 5 days കോഴ്സാണ്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ അരിഷ്ടങ്ങളിലോട്ട് പോകും. അരിഷ്ടങ്ങൾ ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും വാദത്തിനെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് ഒരു കോഴ്സ് കഷായം കൊടുക്കും. നാഡി കഷായം പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് വടക്കോട്ടുള്ള ഏരിയയിലേക്ക് കൂടുതലായിട്ട് പോപ്പുലറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇപ്പം വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള കഷായങ്ങളാണ് സജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലേഹം. അത് ചെറിയ കോഴ്സാണ്. എല്ലാം ഒരുപാട് ഈ പറഞ്ഞതുപോലെ മാസങ്ങളോളം മരുന്ന് കഴിക്കുക, പഴയ രീതിയിൽ എണ്ണമയം കൂടുതലുള്ള ലേഹങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളൊരു സിസ്റ്റം തന്നെ ഇപ്പം പേഷ്യൻറ്റിനും താല്പര്യം ഇല്ല. കാരണം കൂടുതൽ തടി വെക്കുക എന്നുള്ളതല്ല, ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ എന്നുള്ളത് ഇപ്പം അധിക പേരും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലാണ് അവരും താല്പര്യപ്പെടുന്നത്. അപ്പൊ ഈ കുഞ്ഞിനുണ്ടാവുന്ന മലബന്ധം അത് പലരെയും ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? നോർമലി ഇപ്പം പ്രസവിച്ച പാടുള്ള കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് മോഷൻ യൂറിൻ കറക്റ്റായിട്ട് പോവാറുണ്ട്. ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് 5 days വരെയൊക്കെ മോഷൻ പോവാത്തതായിട്ടും കാണാറുണ്ട്. അപ്പം അത് നോർമൽ തന്നെയാണ്. 5 days വരെ പോയിട്ടില്ലെങ്കിലും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് കുറച്ചും കൂടി തിക്കാവുക, അതായത് വെള്ളം കൂടി കുറഞ്ഞത് കൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് തിക്കാവുന്ന ഒരു സന്ദർഭമൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് അതുവഴി മോഷൻ കുറയുന്നത് കാണാറുണ്ട്. അപ്പം അമ്മ നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളം നല്ല രീതിയിൽ കുടിക്കുക, പിന്നെ ഉറക്കം ഈ സമയത്ത് ഒബ്വിയസ്ലി എന്തായാലും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ എണീക്കേണ്ടതായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം കുഞ്ഞിൻ്റെ ഈ മോഷൻ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ 5 days വരെ നോർമൽ എന്നുള്ള രീതിയിൽ തന്നെ എടുത്താൽ മതി. അതിനുശേഷവും ബുദ്ധിമുട്ടുണ്ട്, വയറിനൊക്കെ നല്ല പ്രയാസം കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അപ്പൊ ഡോക്ടർ ഈ ആയുർദർശൻ മികച്ച രീതിയിലാണ് പ്രസവ രക്ഷാ ചികിത്സ ഒക്കെ നൽകി വരുന്നത്. അപ്പൊ എങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആയിട്ട് മാത്രമാണോ ചികിത്സ കൊടുക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് ഒന്ന് പറയും.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ഈ പ്രസവരക്ഷയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ശരിക്കും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ സമയത്ത് വിരലിലെണ്ണാവുന്ന എനിക്ക് തോന്നുന്നു 1-2 സെന്റേഴ്സ് മാത്രമേ കോഴിക്കോട് ജില്ലയിലെ ബോർഡറിലെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരും ഉണ്ട്, ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഉണ്ട്. അതേപോലെ വീടുകളിൽ ചെന്നിട്ടുള്ള സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയുർദർശനെ സംബന്ധിച്ച് നമുക്കിവിടെ ഈ പ്രസവരക്ഷ മാത്രമല്ല ചെയ്യുന്നത്. അപ്പം അതായത് ബാക്കിയുള്ള ഇഷ്യൂസ്, അതായത് നടുവേദന പോലെയുള്ളത്, കഴുത്ത് വേദന, സർജറി പറഞ്ഞ കേസുകൾ, വെരിക്കോസ് വെയിൻസ്, ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഈ പ്രസവരക്ഷ എന്ന് പറയുന്നത്, പോസ്റ്റ് നാറ്റൽ കെയർ. അപ്പോൾ ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതേപോലെ അഡ്മിഷൻ, എല്ലാവർക്കും അഡ്മിഷൻ സാധ്യമാവണമെന്നില്ല. അപ്പം വീടുകളിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വീടുകളിൽ ചെന്നിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നുണ്ട്, ഹോം സർവീസ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ബെഡ്, അതായത് പോർട്ടബിൾ ബെഡ് കാര്യങ്ങളൊക്കെ എടുക്കും, മരുന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റുകൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ഇവിടുന്ന് ചെയ്യുന്ന ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ വീടുകളിൽ പോയിട്ടും എല്ലാ ട്രീറ്റ്മെന്റ്സും കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പം വന്ന് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾ വീടുകളിൽ വന്ന് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം വന്ന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് മാത്രമല്ല, അവരുടെ കൂടെ ഡ്യൂട്ടി ഡോക്ടേഴ്സും കൂടെ വരും. അപ്പം അവരും കൂടെ വന്ന് പേഷ്യൻറ്റിന്, അതായത് പ്രസവിച്ച സ്ത്രീയെയും കുഞ്ഞിനെയും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് തെറാപ്പിസ്റ്റുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡെലിവറി കെയറിന് അഡ്മിറ്റ് ആയവർക്കാണെങ്കിൽ 24 hours ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്. അപ്പം എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ മാനേജ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോസ്റ്റ് നാറ്റൽ കെയറിന്റെ. അപ്പം ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു പോയ നിരവധി അനുഭവക്കുറിപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ലഭ്യമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് റീസെന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയ ഒരാളുടെ അനുഭവം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഫർസാന, ഞാൻ കീഴലിൽ നിന്ന് വരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സ് ആയുർദർശനിൽ മുമ്പ് പോസ്റ്റ് ഡെലിവറി കെയറിന് നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 14 ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ അത്രയും നല്ല എഫക്റ്റീവായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു 7 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. വളരെ നല്ല മികച്ച അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. ഡോക്ടർ ആര്യമിത്രയായാലും മറ്റ് സ്റ്റാഫുകൾ, ഡോക്ടർ പൗർണമി, ഐശ്വര്യ, പിന്നെ എൻ്റെ തെറാപ്പിസ്റ്റ് പിന്നെ രമ്യ, പിന്നെ ഇവിടുത്തെ PRO ആയിട്ടുള്ള ജിനി, എല്ലാവരുടെയും എന്താ പറയുക, വളരെ നല്ല സഹകരണവും ഒക്കെ ആയിരുന്നു. ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു പോസ്റ്റ് ഡെലിവറി കെയർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. അപ്പം ആയുർദർശനും എൻ്റെ ടീമിനും എൻ്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. ആരോഗ്യപരമായ ജീവിതം നയിക്കാനുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരിക മാനസിക ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ടുള്ള സമ്പൂർണ്ണ ചികിത്സയാണ് ആയുർദർശൻ ഹോസ്പിറ്റൽ ഉറപ്പു നൽകുന്നത്. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനത്തിനൊപ്പം തന്നെ ഇവർ വീട്ടിലെത്തി വരെ നമുക്ക് ചികിത്സ ഉറപ്പു തരുന്നുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകൾ പ്രസവ പരിരക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സൗകര്യം മുൻപ് എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ ഉറപ്പു പറയാവുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.